ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. BDF എന്ന് പറയും, നമ്മുടെ ഷോർട്ട് ഫോമിൽ BDF എന്ന് പറയും. അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. സിമ്പിൾ റെസിപ്പിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഫുഡ് ട്രയൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് എന്ന് വെച്ചാൽ നല്ല നെയ്യില്ലാണ്ട്, അധികം നെയ്യില്ലാണ്ട് നല്ല കട്ടിയിൽ നുറുക്കിയെടുക്കുക. അത് ഒന്നില്ലെങ്കിൽ നുറുക്കി മേടിക്കുമ്പോൾ നല്ല വീതിയിൽ നുറുക്കി, 1 ഇഞ്ച് കനത്തിലെങ്കിലും നുറുക്കി മേടിക്കുക, നല്ല വീതി സ്ക്വയറായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കട്ട് ചെയ്തെടുക്കുക, വലിയ പീസ് മേടിച്ചിട്ട് വന്നിട്ട് അണ്ട് നല്ല വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കുക്കറിലെടുത്തിട്ട് ആ കുക്കറിനകത്തോട്ട് നമ്മൾ കുറച്ച് മസാല ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ശരിക്കും അത് വേവിക്കാമെന്ന് പറഞ്ഞൊരു 75-80% വെന്താൽ മതി. അപ്പോൾ ഇത് 2 കിലോ ബീഫുണ്ട്. 2 കിലോ ബീഫിനുള്ള മസാല ഞാൻ പറയുന്നത്. 2 സ്പൂൺ ചില്ലി പൗഡർ, ഒരു 1.5 സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, 1.5 സ്പൂൺ കേട്ടില്ലേ. അപ്പോൾ ഈ 2 കിലോ ഉള്ളതിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ സ്പൂൺ ഉപ്പ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആവശ്യത്തിന് എടുക്കാവൂ, അത് എടുത്തിട്ട് നോക്കുക. പിന്നെ കുറച്ച് വെള്ളം, വളരെ കുറച്ച്, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഓൾറെഡി നമ്മൾ വാഷ് ചെയ്ത കാരണം ബീഫിനകത്ത് ഉണ്ടാവും. എന്നിട്ടൊന്ന് നന്നായിട്ട് ശരിക്കും ഇളക്കിയിട്ടതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക നമുക്ക്. അത് വെന്തതിന് ശേഷം നമ്മൾ എയർ കളഞ്ഞിട്ട് വെച്ചാൽ വിസിലടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും പിടിക്കും അതൊന്ന് വേവാൻ, അതിൻ്റെ എയർ പോകാനൊക്കെ ആയിട്ട്. എയർ പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്നെടുത്തിട്ട് ബീഫ് മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തണക്കാൻ വെക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് ആ ചൂടോടുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്ന് തണക്കാൻ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. തണുത്ത് കഴിയുമ്പോൾ അരിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പീസ് കിട്ടും. ഇതുപോലെ നമ്മൾ മാറ്റി ഒരു പാത്രത്തിൽ അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ നീളത്തിൽ നമ്മുടെ എന്താണ് ഈ ചിപ്സിൻ്റെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പോലെ കട്ടി കുറച്ചരിയുക. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇതിലും കട്ടി കുറച്ച് വേണമെങ്കിൽ ഇതിലും കട്ടി കുറച്ചരിയുക. ചൂടാറി കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോവില്ല. അല്ല, ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ബീഫ് എടുക്കണുള്ളൂ, തീർത്ത് ബീഫ് എടുക്കുന്നില്ല. പക്ഷേ ഞാൻ വേറെ ആവശ്യം കൂടിയാണ് ആ ബീഫ് വേവിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ റെസിപ്പിക്ക് അനുസരിച്ച് മാത്രം ഒരു 1/2 കിലോത്തോളം ബീഫ് നമ്മൾ എടുക്കണുള്ളൂ. ശരിക്കും കുക്ക് ചെയ്ത് ഒരു 1/2 കിലോ ബീഫാണ് നമ്മൾ എടുക്കണുള്ളൂ. അത് മാത്രം ഒരു പോർഷൻ മാത്രം എടുക്കണുള്ളൂ. 2-3 പേർക്ക് കഴിക്കാനുള്ള ഒരു പോർഷൻ മാത്രം എടുക്കണുള്ളൂ. അതുകഴിഞ്ഞിട്ട് ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ബീഫ് അങ്ങ് ഇടാം. ബീഫ് ഇട്ടതിന് ശേഷം അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ അളവ് അനുസരിച്ചും നിങ്ങളുടെ ഒരു കൈ കണക്കനുസരിച്ചും ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മുട്ടയുടെ വെള്ളം ഒഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഇതൊന്ന് നനവ് പോലെ കുതിരി പോലെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി മുട്ടയുടെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഈ ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായ വെള്ളമില്ലേ, അതൊരു 2-3 ടീസ്പൂൺ ഒഴിച്ചാലും മതി. എന്നിട്ട് ഇതിനൊന്ന് കുതിർത്തി വെക്കുക. കുതിർന്ന് വെച്ചാൽ ഡ്രൈ ആയിരിക്കുമല്ലോ. അതിന് ശേഷം ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഗാർലിക് പേസ്റ്റ് 2 കൂടി അരച്ച് വെച്ചത് ഇടാം, അതിടാം. 1 സ്പൂൺ ചില്ലി ഫ്ലെക്സ്, നമ്മുടെ ചതച്ച മുളക് അതിടാം. 1 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയിടാം കേട്ടോ, കുറച്ചൊക്കെ ഇടാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ചെയ്യുന്ന പോലെ നോക്കുക. ഉപ്പ് അതുപോലെ 1 സ്പൂൺ. അത് നിങ്ങൾ നോക്കിയിടാം, ചെറിയ എന്തോരം വേണം, ഹാഫ് വേണോ കൂടുതൽ വേണോ എന്നൊക്കെ നോക്കിയിടാം. പിന്നെ 1 സ്പൂൺ ലൈം ജ്യൂസ് ഒഴിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കണം എല്ലാ സാധനം. പിന്നെ 1 സ്പൂൺ സോയാ സോസ്. അത് ഡാർക്കണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. അപ്പോൾ അന്ന് വറക്കുമ്പോൾ ഒരു ചെറിയൊരു കറുത്ത കളറൊക്കെ ഇട്ടുകയും ചെയ്യും. ആ ചില്ലി പൗഡറിൻ്റെ ഒരു ഇതൊക്കെ കൂടി ഇതിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇത്ര സാധനങ്ങളൊന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചില്ലി പൗഡർ ഇട്ടാൽ മതി. ഒന്ന് വെറുതെ ഇളക്കിയതിന് ശേഷം ചില്ലി പൗഡർ ഇടാം. അത് എരിവ് അധികം വേണമെങ്കിൽ കാശ്മീരി ചില്ലി ആയാലും ഇട്ടാലും മതി. അപ്പോൾ ഇത്തിരി കളർ കൂടുതൽ കിട്ടും. അതിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാ ചില്ലി ഇട്ടാലും മതി. എന്നിട്ട് അത് ഇളക്കുക. 1 സ്പൂൺ ഇട്ടാൽ മതി കേട്ടല്ലേ. എന്നിട്ട് അത് ഇളക്കി ഒന്ന് ശരിക്കും കുറച്ച് നേരം ഒന്ന് അവിടെ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ച ശേഷം അത് അതിൻ്റെ 1 സ്പൂൺ അരിപ്പൊടി നമ്മുടെ വറുത്ത അരിപ്പൊടി, പുട്ടുപൊടിയാണെങ്കിൽ പുട്ടുപൊടി ആണ് ഏറ്റവും നല്ലത്. അതിനകത്ത് തരിയുള്ള പൊടി
അതിന് 2 സ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇടാം. കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടല്ലോ നമ്മൾ മേടിക്കാൻ കിട്ടുന്നത്, അത് 2 സ്പൂൺ ഇടാം. അത് 2-3 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. അത് കൂട്ടി നോക്കിയിടുക. അപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇന്നോടെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇടാൻ. ഇപ്പോൾ ഇതിനകത്ത് മുട്ടയിട്ട കാരണം 2 ഇട്ടാലും മതി. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. ഇനിയിപ്പോൾ ഒട്ടി പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ കൂടി കൂട്ടിയിട്ട് എന്നിട്ട് കുറച്ച് നേരം വയ്ക്കുക. കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒരു കട്ടിയുള്ള നമ്മുടെ പാത്രം എടുക്കുക. ഫ്രൈ ചെയ്യാനൊക്കെ പറ്റിയ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് സൺഫ്ലവർ ഓയിലോ, നാട്ടിലാണെങ്കിൽ കോക്കനട്ട് ഓയിലായാലും ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിക്കാറ്. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. ഒരു ആവശ്യത്തിന് നമ്മളൊന്ന് മുങ്ങിക്കിടന്ന് എടുക്കാൻ കണക്കിന് ഉപയോഗിക്കുക. നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിച്ചാലും മതി. ഇവിടെ ഇത് നമ്മൾ ഒറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ കളയും അവസാനം. ഇവിടെ വിലയും കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വെജിറ്റബിൾ ഓയിലിനാണ് 99 സെൻറ്റും സൺഫ്ലവർ ഓയിലിന് 1.49 ഒക്കെ ഉള്ളൂ. ഇട്ടിട്ടുണ്ട് വേണ്ടില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ ബീഫ് എടുത്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ചാണ് വാട്ടിയിട്ടത്. ഓരോ പീസ് ഇടണമെങ്കിൽ ഏറ്റവും നന്നായിട്ടുണ്ട്. അതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ ഇളക്കരുത്. ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാം. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആ മസാലപ്പൊടി വിട്ടു പോകാണ്ടിരിക്കാൻ നമ്മൾ ഇത്തിരി വൈകി ഇളക്കാൻ പറയുന്നത്. ഇളക്കി ഒരു 2.5 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾക്കത് വെന്താൽ മതി. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ 2.5-3 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്കതിനെ കോരിയെടുക്കാം. കോരിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിന് ആ ഓയിൽ ശരിക്കും വേണ്ട കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വേണ്ട നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നേരത്തെ ഇളക്കി കഴിഞ്ഞാൽ മസാല വിട്ടുപോകും. പിന്നെ ഓവർ കരിഞ്ഞു പോകരുത്. ഓവർ കരിഞ്ഞു പോയി കഴിഞ്ഞാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഇത് പ്രത്യേകിച്ച് ചൂടോടി കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ്. അതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവരും ചിലപ്പോൾ വലിയ പാത്രം നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ വലിയ പാത്രം ഉണ്ടാവില്ല. രണ്ടാമട്ടിട്ട് വീണ്ടും വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതും വറുത്തെടുക്കുക. അതും അധികം ആ കളറൊക്കെ മാറാണ്ട് നമുക്കൊന്ന് കടിച്ചാൽ ഇവിടെ കിട്ടുന്ന മുളകിന് ചില മുളകിന് എരിവുണ്ടാവില്ല. ഈ മുളകിന് തീരെ എരിവ് കുറവായിരുന്നു. ചെറിയ ടൈപ്പ് മുളകിന് നല്ല എരിവായിരിക്കും. പിന്നെ കറിവേപ്പിലാണെങ്കിൽ ഫ്രഷ് കിട്ടിയില്ല. സോസിനോട് ഇരുന്നതാണ്, ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. ഫ്രഷ് കിട്ടാൻ ഇച്ചിരി ടൈറ്റാണ് ചേർത്തെടുത്തൊക്കെ. അപ്പോൾ കറിവേപ്പിലയും വറുത്ത് കോരി അതിൻ്റെ മുകളിലിടുക. ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴത്തൊരു കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പറയുകയാണ്, എന്നും സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല കുക്കിംഗ് വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ട്രാവൽ വീഡിയോ ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ട്രാവൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കുക്കിംഗ് വീഡിയോകൾ ഇടാണ്ടിരുന്നത്. വീണ്ടും നമ്മൾ കുക്കിംഗ് വീഡിയോയിലോട്ട് തന്നെ പോവുകയാണ്. ഇതിലും നല്ല നല്ല കുക്കിംഗ് വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതായാലും വേറെ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫുഡുകളുടെ ആയാലും നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. എൻ്റെ മക്കൾക്കായാലും വൈഫിനായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. നാട്ടിലായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഭവം. അതിൻ്റെ പേരിലാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഒന്നുകൂടി ഞാൻ പറയുന്നത് ഫുഡ് ട്രയൽ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. എൻ്റെ പേര് ജോസഫ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.